ശ്രീ കെ ജെ ജേക്കബ്, പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉന്നയിച്ച വിഷയം പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച സൂം മീറ്റിംഗ് നടന്നു. ആ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് തൻ്റെ കയ്യിലുണ്ട് എന്ന് ശ്രീ വി ഡി സതീശൻ പറയുകയുണ്ടായി. ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ലിങ്കും പാസ്വേഡും അയച്ചത്. എന്നിട്ട് ആ സൂം മീറ്റിങ്ങിൻ്റെ ഹെഡിങ് എന്തായിരുന്നു എന്നറിയാമോ? മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്ന്. നോക്കൂ, ടൂറിസം ഡയറക്ടർ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സൂം മീറ്റിംഗ് വിളിക്കുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സർക്കാർ ശ്രമിക്കുക എന്ന് താങ്കൾക്ക് വല്ല ബോധ്യമുണ്ടോ ശ്രീ കെ ജെ ജേക്കബ്? എനിക്കൊരു ബോധ്യമില്ല, എനിക്കത് മനസ്സിലായുമില്ല. അതെന്തിനാണ് സർക്കാർ ന്യായീകരിക്കുന്നതെന്ന്. സർക്കാർ എന്തിനാണ് ന്യായീകരിക്കുന്നത്? അതിലെന്താണ് ന്യായീകരിക്കാനുള്ളത്? ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ടൂറിസം വ്യവസായ അവർ അബ്കാരി കോൺട്രാക്ടർമാരെയാണ് വിളിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലാവും. ടൂറിസം വ്യവസായ രംഗത്തുള്ള മനുഷ്യരോട് അല്ലല്ല, ഇതിനകത്ത് ബാർ ഉടമകളുടെ സംഘടനാ പ്രസിഡന്റ് സുനിൽകുമാറും ഉണ്ട് യോഗത്തിൽ. അല്ല, അവർ ബാർ ഉടമകളെയാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. അത് അവർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കൺസ്യൂമേഴ്സിനാണോ വിളിച്ചത്, അതെയോ ബാർ ഉടമകളെയാണോ വിളിച്ചത്? ഇതിനകത്ത് ബാർ ഉടമകളുടെ സംഘടനയുടെ നേതാവ് വി സുനിൽകുമാറുണ്ട്, ചൈന സുനിൽ എന്ന് വിളിക്കുന്ന വി സുനിൽകുമാറുണ്ട്. പക്ഷേ അയാൾ മാത്രമല്ല കേട്ടോ, കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, അതാണ് സുനിൽകുമാറിന്റെ സംഘടന. സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ. അപ്പൊ എസെൻഷ്യലി അത് ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ നികേഷ്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനാണ് ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്. അത് സർക്കാരിൽ പല ഭാഗത്തായിട്ട് പലപ്പോഴും നടക്കുന്ന ചർച്ചയായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ചാർജ് നികേഷ് നേരത്തെ ചോദിച്ചതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർക്കാർ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് എനിക്ക് ഈ ടൂറിസം വ്യവസായവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിൽ ബന്ധപ്പെടുന്ന ഒരു പത്രക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇതവരുടെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ്. ഈ ഡ്രൈഡേ 1-ാം തീയതി ഡ്രൈഡേ മാറ്റുക എന്നുള്ളതും ഈ ടൈം നീട്ടിക്കൊടുക്കുക എന്നുള്ളത്. ടൈമിനേക്കാളും പ്രധാനപ്പെട്ടത് ഈ 1-ാം തീയതി ഡ്രൈഡേ മാറ്റണം എന്നുള്ള എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആ പറഞ്ഞ കൂട്ടത്തിലും ഈ ഇവന്റ് മാനേജ്മെന്റ് അവരുടെ ഗ്രൂപ്പുണ്ട്. അവരുടെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സമ്മേളനം 500-ഓ 1000-ഓ ഒക്കെ പ്രതിനിധികൾ വരുന്ന ഒരു ദേശീയ സമ്മേളനം വരുമ്പം അത് 1-ാം തീയതിയാണ് എങ്കിൽ കേരളം എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ അവർക്ക് പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കേരളത്തിലുള്ള ബിസിനസ് വരത്തേയില്ല. അതുകൊണ്ട് അവരുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണിത്. ഇത് സർക്കാർ പരിഗണിക്കേണ്ടതാണ്. ഞാനത് എത്രയോ കാലമായിട്ട് പറയും, ഇത് സർക്കാർ പരിഗണിക്കേണ്ടതാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ ഞാൻ വാർത്ത കണ്ടി അതിൽ ഡ്രൈഡേ ഇനി മാറ്റുന്ന പ്രശ്നമില്ല എന്ന് സർക്കാർ ഇങ്ങനെ ഡിഫെൻസീവ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ വ്യവസായത്തിന് ആവശ്യമാണ് എങ്കിൽ നമ്മളുടെ ഒരു പോളിസിക്ക് അനുസരിച്ച് അത് പോകുന്നുണ്ടെങ്കിൽ ആ ഡ്രൈഡേ എന്ന് പറയുന്ന അസംബന്ധം ഈ തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, തെലങ്കാനയില്ല, കേരളത്തിൽ മാത്രം പ്രത്യേക തരത്തിലുള്ള ഒരു മദ്യവർജന നയം കൊണ്ടുവന്നിട്ട് ഒരു വ്യവസായത്തെ നശിപ്പിക്കുന്നതിന് പകരം അതെടുത്ത് കൊട്ടയ്ക്കത്തിടണമെന്നേ. അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഭരണകക്ഷിക്കോ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലോ പണം കൊടുത്തു എന്നൊരു ആരോപണം ഉണ്ട് എങ്കിൽ വളരെ ഗുരുതരമാണെന്ന് ഞാൻ പറയും. ആർക്കെങ്കിലും ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് അവിടെയാണ് ശ്രീ കെ ജെ ജേക്കബ് പ്രശ്നം. അതായത് പണം ആവശ്യപ്പെട്ടു മദ്യ നയം പരിഷ്കരിക്കുന്നതിന് വേണ്ടി, പക്ഷേ അതിനിടയിൽ പിടിക്കപ്പെട്ടത് കൊണ്ട് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അഴിമതി അല്ലാതാകുമോ? എനിക്ക് അതായത് പണം ആരെങ്കിലും ആവശ്യപ്പെട്ടോ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പണം ആവശ്യപ്പെട്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. എനിക്ക് കാര്യം തർക്കമില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട് ഇത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണമാണ്. ഇടതുമുന്നണി അത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും.